കോട്ടയത്ത് ഇത് ആമ്പൽ വസന്തത്തിന്റെ കാലമാണ്. മലരിക്കൽ, കൊല്ലാട് തുടങ്ങിയ ഭാഗങ്ങളിൽ ആമ്പൽ പാടങ്ങൾ പൂത്തു തളിർത്തു നിൽക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ട ആമ്പൽ പാടങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കോട്ടയത്തെ നെൽപ്പാടങ്ങൾ പുഷ്പിണിയാവുന്ന കാലമാണിത്. നെല്ലിൻ്റെ ഹരിതാഭയിൽ നിന്ന് പാടങ്ങൾ മജന്ത ചേല മാറിയൊടുക്കും. നോക്കെത്താ ദൂരത്തോളം പൊട്ടിക്കിളർക്കുന്ന ആമ്പൽ പൂക്കളാണ് പാടങ്ങളിൽ വസന്തമൊരുക്കുന്നത്. മലരിക്കൽ, കൊല്ലാട്, പുതുപ്പള്ളി ഭാഗങ്ങളിലാണ് കൊയ്ത്തു കഴിഞ്ഞ് വെള്ളം കയറിയ പാടങ്ങളിൽ ആമ്പൽ വസന്തം വിരുന്നെത്തുന്നത്. ആമ്പൽ പാടത്തിലൂടെ തോണിയിൽ സഞ്ചരിക്കാനും ചിത്രം പകർത്താനുമൊക്കെ സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഇവിടം ഫോട്ടോഷൂട്ട് പ്രിയരുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. ബട്ട് ഡയറക്റ്റ് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടർ സെറിൻ്റെ വൈഫ് സൗമ്യ സെറിൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ വന്നതായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അവർ കുറച്ച് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ്. ഞങ്ങളുടെ അവിടെ പാടങ്ങളധികം, പാലക്കാടാണ് എൻ്റെ സ്ഥലം. പക്ഷേ ഇവിടുത്തെ ആക്ച്വലി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗി, നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ 6:30 വന്നതാണ്. ഫോട്ടോ എടുക്കാന്നുള്ള പ്ലാനിൽ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പേര് റീൽസ് എടുക്കാൻ വന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതാ. അത്രയും ദൂരത്ത് നിന്ന് വന്ന് നമ്മൾ ഇതിനു വേണ്ടി മാത്രം വന്നതാ, ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ട്. കോട്ടയത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഇവിടേക്കെത്തുന്നത് നിരവധി സഞ്ചാരികളാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ മുഖാന്തരം അത് അറിയണത്. അതിനുശേഷം ഞങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പോൾ വിളിച്ചു വെച്ചപ്പോൾ ആ സമയത്ത് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തിന് ഞാൻ ഇതേപോലെ എന്തായാലും എത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നു, ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്തു, ഇവിടെ എല്ലാം കറങ്ങി കണ്ടു. ഭയങ്കര ഹാപ്പി. വിത്തെറിയേണ്ട, വളമിടേണ്ട, പരിപാലിക്കേണ്ട ആമ്പൽക്കൂട്ടം എല്ലാ വർഷവും തനിച്ചെത്തുന്നതാണ് ഇവിടെ. ഇന്നത് ഈ നാട്ടുകാരുടെ ജീവനോപാധി കൂടിയാണ്. സഞ്ചാരികളെ വഞ്ചിയിലേറ്റി ആമ്പലുകൾക്കിടയിലൂടെ സവാരി നടത്തുന്ന നിരവധി പേർക്ക് ആമ്പൽ വസന്തം അന്നവുമാണ്. കോട്ടയത്തെ ആമ്പൽ പാടങ്ങൾ പൂത്ത് തളിർക്കുകയാണ്. കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്ന തളിരാമ്പലുകൾ കാണണമെങ്കിൽ ഇങ്ങി പോരെ. കോട്ടയത്ത് നിന്നും അനന്തു സുരേഷിനും ജിത്തു കൃഷ്ണനുമൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.